അങ്ങനെ അവസാനം അത് സംഭവിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ KLTUK യാത്ര നമ്മൾ ശരിക്കും ഷെങ്കൻ ഭാഗത്തേക്ക് കയറുകയാണ്. നമ്മൾ ഓൾറെഡി യൂറോപ്പിൽ കയറി, ഇപ്പോൾ തുർക്കിയൊക്കെ യൂറോപ്പിൽ വരുന്നതാണ്. നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് ഷെങ്കനിലേക്ക് കയറാൻ പോവുകയാണ്. കയറ്റുമായിരിക്കുമല്ലോ അല്ലേ? എനിക്ക് എപ്പോഴും ഏത് രാജ്യത്ത് പോകുമ്പോഴും ആ ഒരു കാര്യത്തിൽ സംശയമുണ്ട്. സംശയമല്ല, പേടിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തുർക്കിയിൽ നിന്നും ഇവിടെ നിന്ന് ബൾഗേറിയയ്ക്ക് പോവുകയാണ്. രാവിലെ ബസ്സിലാണ് പോകുന്നത്. ബൾഗേറിയ ചെന്നിട്ട് നമ്മുടെ അടുത്ത ദിവസങ്ങളിലെ പ്ലാൻ എന്ന് പറയുന്നത് ഷെങ്കനിലും ബാൽക്കൻ കൺട്രീസും എല്ലാം കൂടെ ചേർത്ത് ഏകദേശം 30-35 രാജ്യങ്ങളുണ്ട്. ഈ 30-35 രാജ്യങ്ങൾ അടുത്ത 3 മാസം കൊണ്ട്, അതായത് 90 ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. എക്സ്പ്ലോർ ചെയ്യുകയല്ല, ഇത് യാത്ര ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണോ അത് മാത്രം നമുക്ക് ഇത്തവണ കാണാൻ പറ്റുള്ളൂ. 90 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു രാജ്യത്ത് 3 ദിവസത്തേക്കുള്ളിൽ നിൽക്കാൻ പറ്റില്ല, 2-3 ദിവസത്തേക്കുള്ളിൽ നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് മാർച്ച് 24 ലണ്ടൻ എത്തുക. അതാണ് ഇപ്പോഴത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. നിലവിലുള്ള ചലഞ്ച് അതാണ്. അതെ. അപ്പോൾ ഫാസിൽ ബ്രോനെ ഗുഡ് ബൈ പറഞ്ഞ് ഞാനിന്ന് ഇവിടെ നിന്ന് യൂറോപ്പിലേക്കും ഫാസിൽ ബ്രോ നാട്ടിലേക്കും പോവുകയാണ്. ടെക് ട്രാവൽ KLTUK യാത്രയുടെ പുതിയൊരു അധ്യായമാണ് ഇനിയിപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. പുതിയൊരു ഭാഗം, അതായത് യൂറോപ്പ് വിൻ്റർ എക്സ്പെഡീഷൻ പാർട്ട് ഓഫ് KLTUK ട്രിപ്പ്. സ്വാഗതം. നമ്മളെ മറ്റേ ഇന്ദ്രൻസിൻ്റെ ഒരു പടമില്ലേ, താലം കൈമാറുന്ന പടമില്ലേ, അതേപോലെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താലം കൈമാറിയിരിക്കുകയാണ്. എൻ്റെ ജാക്കറ്റ് അവിടെ കൊടുത്തു, അവിടുത്തെ ജാക്കറ്റ് ഇങ്ങോട്ടും മാറ്റി, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജാക്കറ്റ് അടിച്ച് മാറ്റി താലം കൈമാറി. അപ്പോൾ എന്തായാലും താങ്ക് യു. നിങ്ങളിനി ഇന്ത്യയിലേക്കല്ലേ, എൻ്റെ ജാക്കറ്റ് വേണ്ടല്ലോ. അപ്പോൾ ഓക്കെ. ഞാൻ രാവിലെ ഇറങ്ങാനായിട്ട് ലേറ്റ് ആയതുകൊണ്ടും അതേപോലെ തന്നെ രാവിലെ ഈ സമയത്ത് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാനായിട്ട് ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ടും ഞാനിപ്പോൾ ഒരു യെല്ലോ ടാക്സി ബുക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ ഉണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ യൂറോപ്യൻ കോണ്ടിനെൻറ്റിലാണെന്നുണ്ടെങ്കിലും ഈ തുർക്കി അടക്കമുള്ള പല രാജ്യങ്ങളും യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ വരുന്നതാണ്. പക്ഷേ ഈ യൂറോപ്പിൽ നമുക്ക് ഷെങ്കൻ എന്ന് പറഞ്ഞൊരു വിസേനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഷെങ്കൻ വിസ എന്ന് പറയുന്നത് നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ബോർഡർ കൺട്രോൾ ഇല്ലാത്ത ഒരു ഫ്രീ സോണിൽ യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വിസയാണ്. അതായത് ഷെങ്കൻ വിസ കിട്ടി നമ്മൾ ഏതെങ്കിലും ഒരു ഷെങ്കൻ രാജ്യത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് 29 രാജ്യങ്ങളിൽ നമുക്ക് ബോർഡർ കൺട്രോൾ ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ആ വിസയിൽ നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഷെങ്കൻ എന്ന് പറഞ്ഞ ആ ഒരു നെറ്റ്വർക്കിനകത്ത് ഏറ്റവും പുതിയതായിട്ട് കയറിയ 2 രാജ്യങ്ങളാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ബൾഗേറിയയും അത് കഴിഞ്ഞിട്ടുള്ള റൊമേനിയയും. കഴിഞ്ഞ വർഷമാണത് ഷെങ്കൻ്റെ പാർട്ടായത്, 1 വർഷം ആവുന്നതേ ഉള്ളൂ ഷെങ്കൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൻ്റെ ലാൻഡ് ബോർഡർ വഴിയാണ് നമ്മളിപ്പോൾ ബൾഗേറിയയ്ക്ക് പോകുന്നത്. ഈ യൂറോപ്പിലെ ശരിക്കും ഈ തുർക്കി എന്ന് പറയുന്ന ഈ രാജ്യം 1997 മുതൽ സത്യം പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ അംഗമാണ്. ബേസിക്കലി യൂറോപ്യൻ യൂണിയനിൽ അംഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ കോണ്ടിനെന്റിലാണ് ഷെങ്കനിൽ കയറാൻ വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. 97 ഇവരെ പരിഗണിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായിട്ട്, അതായത് 2007, 2017, 2025 ആയിട്ടും ഇതുവരെ അവരുടെ തുർക്കിയുടെ ആപ്ലിക്കേഷൻ ഷെങ്കനിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതിന് പല പല പൊളിറ്റിക്കൽ റീസൺസും മതപരമായിട്ടുള്ള റീസൺസും വരെ അതിനകത്തുണ്ടെന്നാണ് നമുക്ക് സാധാരണക്കാർക്കും ബാക്കിയുള്ള ആളുകൾക്കും പച്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു മുസ്ലിം രാജ്യമായതുകൊണ്ടാണ് ഇവരെ യൂറോപ്പിൽ പ്രത്യേകിച്ച് ഷെങ്കൻ ഏരിയയിലേക്ക് എടുക്കാത്തത് എന്നും പറയുന്നുണ്ട്. അതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുർക്കി ഇതുവരെ ഷെങ്കൻ്റെ ഭാഗമായിട്ടില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ വർഷം ചിലപ്പം ഭാവിയിൽ ചിലപ്പോൾ ഷെങ്കൻ്റെ ഭാഗമായിട്ട് തുർക്കിയും വന്നേക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10-20 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒത്തോകാരി, അതായത് ഒത്തോകാരി എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡ് എന്നാണ് അർത്ഥം, ആ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തോന്നു ഉക്രൈനിലേക്കൊക്കെ ഇവിടുന്ന് ബസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്താ പൊന്നോ, ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് ഇവിടുന്ന് ബസ്സുകൾ ഉള്ളതെന്നറിയാവോ? ഗ്രീസിലേക്കുണ്ട്, പിന്നെ ഈവൻ ജോർജിയയിലേക്ക് പോലും ഇവിടുന്ന് ബസ്സുകളുണ്ട്. ജോർജിയക്ക് ബസ്സുകളുണ്ട്, പിന്നെ നമ്മൾ പോകുന്ന ബൾഗേറിയയ്ക്കുണ്ട്, പിന്നെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കും ഇവിടുന്ന് ഡയറക്റ്റ് ബസ് സർവീസുകൾ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എത്ര ബസ് കമ്പനികളുടെ ഓഫീസുകളാണെന്ന് നോക്കി ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ. ഇതൊരു ഹ്യൂജ് ഏരിയ ആണ് കേട്ടോ. നോക്കിയേ, ഇവിടേക്ക് ശരിക്കും സിറ്റി ബസ്സിൽ നമുക്ക് വരാൻ പറ്റും. ഇവിടെ സിറ്റി ബസ്സുകൾ വരും, പക്ഷേ ഞാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ സിറ്റി ബസ് എടുക്കാതിരുന്നത്. അപ്പോൾ ഇവിടെ ആളുകൾ വരുന്നു, ഈ കാണുന്ന ബസ് കമ്പനികളുടെ ഓഫീസിൽ പോകുന്നു, അവരുടെ ടിക്കറ്റുകൾ വാങ്ങിക്കുന്നു, ലഗേജുകൾ കൊടുക്കുന്നു, അങ്ങനെയുള്ള പല പരിപാടികളുണ്ട്. നമ്മൾ ഫ്ലിക്സ് ബസ്സിലാണ് പോകുന്നത്. ഫ്ലിക്സ് ബസ് ഇനി എവിടെയാണ് എന്താണെന്ന് പോയി തപ്പട്ടെ ഞാൻ. ഈ ഫ്ലിക്സ് ബസ് എന്ന് പറയുന്നതുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമ്മുടെ
ഓയോ റൂംസ് പോലെയാണ്. ഇപ്പോൾ ഓയോ റൂംസിന് സ്വന്തമായിട്ട് ഹോട്ടലുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അവരെല്ലാ ആളുകളായിട്ട് ടൈപ്പ് ചെയ്തല്ലേ സെറ്റപ്പ് ആക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഫ്ലെക്സ് ബസ് എന്ന് പറയുന്നത്. കാമിൽ കോക്ക് എന്ന് പറഞ്ഞത് ഒരു കമ്പനിയുടെ ഒരു ഓപ്പറേറ്ററാണ് നമ്മുടെ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ ഫ്ലെക്സ് ബസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ അഗ്രിഗേറ്ററാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെഡ് ബസ് ഇല്ലേ, നമ്മുടെ നാട്ടിലെ റെഡ് ബസ് ചെന്നൈ ആസ്ഥാനമായിട്ട് തുടങ്ങിയൊരു കമ്പനിയാണ്. പല രാജ്യങ്ങളിലും ഉണ്ട്. ഇപ്പം അവർ ഈ ഒരു കൺസെപ്റ്റിൽ മോഡലിൽ വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ അവർ അടിപൊളിയായിട്ട് കയറി പോയേനെ. അവരില്ല, ഇപ്പം തന്നെ അടിപൊളിയാണ്. ഫ്ലെക്സ് ബസ് ഇപ്പോൾ ഇന്ത്യയിൽ വന്നു. ഫ്ലെക്സ് ബസ് ഇന്ത്യയിൽ വന്ന് കുത്തകയായി കഴിയുമ്പോഴത്തേക്കിനും റെഡ് ബസ്സിൻ്റെ കച്ചവടം മിക്കവാറും പൂട്ടും. ഇവിടെ അടിപൊളി റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഡോണറാണല്ലോ എല്ലായിടത്തും. ഡോണറാണ് ഇവർ, ഡോണറിൻ്റെ ആൾക്കാരാട്ടോ. എവിടെ പോയാലും ഡോണറും പിന്നെ കബാബും ശീശയല്ല ശീഷ് കബാബ്, അങ്ങനെ പല സംഭവങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഇനി എൻ്റെ ബസ്സിൻ്റെ സംഭവം എവിടെയാണെന്ന് ഞാൻ പോയി നോക്കട്ടെ. ഇതെന്തോ ഇതിൻ്റെ അപ്പുറത്ത് എവിടെയാണ് പോകാൻ അയാൾ പറഞ്ഞത്. ബസ് സ്റ്റാൻഡുകളൊക്കെ വേറെ ലെവലല്ലേ. എല്ലാം നല്ല വൃത്തിയും അടിപൊളിയും എല്ലാം ഓർഗനൈസ്ഡ് ആണ്. ആളുകൾക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നമുക്ക് ബസ് പാർക്ക് ചെയ്ത് ആൾക്കാരെ ഇറക്കി വിടാൻ പോലും പറ്റാത്ത രീതിയിലാണ് പല സ്ഥലത്തും സ്ഥലം പോലും ഇല്ലാത്തത്. ഇവിടെ ആളുകൾക്ക് ബസ് ഇറങ്ങാം, എല്ലാ സൗകര്യവും, വണ്ടി പാർക്ക് ചെയ്യാം, പിന്നെ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് വന്ന് ബസ്സിൽ കയറാം. ശരിക്കും അങ്ങനെയൊക്കെ സംഭവം അടിപൊളിയാണ്. ഇവിടെ എവിടെയാണ് നമ്മുടെ കാമിൽ കോക്ക്? ഇതൊരു ആന ബസ് സ്റ്റാൻഡ് കേട്ടോ. ഞാൻ ഇതിൻ്റെ അപ്പുറത്തുനിന്ന് നടന്ന് ഇപ്പുറത്ത് വന്ന് നോക്കി, ഇത് ഇവിടെ മറ്റേ സിറ്റി ബസ്സുകളുടെ സ്ഥലം. ഇനി ഇതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഉണ്ട്. ഇതെന്തോ വടി ഇത്? അങ്ങ് ദൂരെ കണ്ടില്ലേ കാമിൽ കോക്ക് ഫ്ലെക്സ് ബസ് എന്ന് പറഞ്ഞ കണ്ടോ? അവരാണ് നമ്മുടെ ബസ് ഓപ്പറേറ്റർ. എന്താ ഇനി അങ്ങോട്ട് പോകണം ഞാൻ. അവിടെ വേറെ റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും മമ്മം കഴിച്ചിട്ട് പോവാം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഓപ്പൺ എയർ റെസ്റ്റോറൻറ്റുകളാണ്. പക്ഷേ തണുപ്പാകുമ്പോഴത്തേക്കിനും ഇവർ ഈ ഒരു സാധനം ചെല്ലിട്ട് അടയ്ക്കും. അല്ലെങ്കിൽ ഇതിനകത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ, തണുപ്പല്ലേ. അപ്പോൾ അത് സമ്മർ ആകുമ്പോഴത്തേക്കിനും ഇതെടുത്ത് മാറ്റും. അതാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ ഞാനിവിടെ ഇവരുടെ ഒരു കറി പോലത്തെ ഒരു സാധനം ഓർഡർ ചെയ്തു. ഇത് ചിക്കനാണ് ബേസിക്കലി. ചിക്കൻ ഒരു കറി പോലത്തെ ഫോട്ടോ ആണ് ഞാൻ കണ്ടത്. പക്ഷേ ഇതെന്തെങ്കിലും അറിയത്തില്ല. കൂട്ടത്തിൽ കിഴങ്ങായിട്ട് കുറച്ച് കാർബോ ഉണ്ട്, പിന്നെ സലാഡ്, പിന്നെ ഈ ബ്രെഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ ഇവിടെ. ഇത് നമ്മുടെ ചായ, നമ്മുടെ സായ് എന്നാണ് ഇവർ പറയുന്നത്, CAY സായ്. പിന്നെ ഈ ബ്രെഡ് നമുക്ക് ഫ്രീ ആണ്. അത് നമുക്ക് എത്ര വേണം എടുത്ത് കഴിക്കാം. പിന്നെ വേറെ ചോറ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ മതി. ചൂടില്ല, ടേസ്റ്റ് ഉണ്ട്, ചൂടില്ല. ഇവിടുത്തെ സെറ്റപ്പുകളെ, അതായത് ആ കാണുന്നതൊക്കെ കടകളല്ലേ. ബസ്സിന്റെ പാർക്കിംഗ് എവിടെയാണെന്നറിയോ? അതുകൊണ്ട് ഇവിടെ താഴെ നോക്കി, ഇവിടെ താഴെ 2 നിലകളായിട്ടാണ് ബസ്സിന്റെയൊക്കെ പാർക്കിംഗ് വരുന്നത്. അവിടെയാണ് ബസ് ഇട്ടിരിക്കുന്നത്. ഇത് ഇവരുടെ ഒരു രക്ഷയില്ല കേട്ടോ. അവിടുത്തെ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് രസം, എന്ത് കിടുക്കായിട്ടാ ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് ഉക്രൈനിലേക്ക് കുറെ വണ്ടികളുണ്ട് കേട്ടോ. കീവിലേക്ക്, റൊമാനിയയിലേക്ക് പോകുന്ന അൽമാനിയ ഔസ്തര റൊമാനിയയിലേക്ക് പോകുന്ന വണ്ടി. എന്തൊക്കെയാടേ, ഏതൊക്കെ രാജ്യത്തേക്കൊക്കെയാടേ വണ്ടി. ദേ പ്ലോവ്ഡിവ്, സോഫിയ, ഹസ്കോവ, ഇതൊക്കെ മറ്റേ ബൾഗേറിയക്ക് പോകുന്ന വണ്ടികളാണ്. അപ്പോൾ നമ്മുടെ കാമിൽ കോക്ക് ഫ്ലെക്സ് ബസ് നമ്മുടെ ബൾഗേറിയക്ക് പോകണ്ട, യൂറോപ്പിലേക്ക് കയറേണ്ട ആ ഒരു ബസ് കമ്പനിയുടെ ഓഫീസിലേക്ക് എത്തി. ഇനി അകത്ത് പോയിട്ട് പാസ്പോർട്ടൊക്കെ കാണിച്ച് ഒരു ടിക്കറ്റ് തരണം. അവിടെ പോയപ്പോൾ പറഞ്ഞു മുന്നോട്ടൊരു 100 മീറ്റർ മാറി ഇവരുടെ വേറെ ഓഫീസുണ്ട്, അവിടെ പോയി. ഒരു അടിപൊളി ഒരു ട്രക്ക് നോക്കിയേ, ഡെസോട്ടോ. ഇത് ഏത് കമ്പനിയുടെ ആണെന്ന് എനിക്കറിയത്തില്ല. നല്ല കിട്ടില്ലൻ ഡിസൈൻ, കിട്ടില്ലൻ ട്രക്ക് അല്ലേ, ഇഷ്ടപ്പെട്ടു. എന്ത് ക്യൂട്ട് ലുക്കാ. ഇവിടെ നിന്ന് ആൾക്കാർ ടിക്കറ്റ് എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. കാരണം ഇവരെ ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ഓരോ സ്ഥലപ്പേരൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഈ കൊടകര എന്ന് പറയത്തില്ലേ, അതേപോലെ ഓരോ സ്ഥലപ്പേര്, അങ്കാര, അതേപോലെ ഓരോ രാജ്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. ബൾഗേറിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. എന്തായാലും സംഭവം കൊള്ളാം. ബസ് സ്റ്റാൻഡ് ഉണ്ടോ വിളിക്കുന്നുണ്ടോ? അവിടെ വന്ന് ഇവിടെ WC ഉണ്ട്. എനിക്കൊന്ന് WCയിൽ പോകണം. അതിന് മുമ്പ് നമുക്ക് ബസ് കമ്പനിയുടെ ഓഫീസിൽ ആദ്യം പോകാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉക്രൈനിലേക്ക് പോകാൻ ബസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ വീണ്ടും കാമിൽ കോക്കിൻ്റെ ഫ്ലെക്സ് ബസ്സിൻ്റെ ഓഫീസിലെത്തി. ആ ബസ് കമ്പനിയുടെ ഓഫീസാണിത്. ഇതിനകത്തൂടെ കയറി നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബസ് ഇവിടെ കിടപ്പുണ്ടാവും. ഇത് കൊള്ളാമല്ലോ പരിപാടി. ഇതേ നമ്മുടെ പ്ലോവ്ഡിവ് സോഫിയ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബസ് കിടക്കുന്നു. ഇത് വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്ന വണ്ടിയാണ്. നമ്മുടെ ബാഗ് ഇവിടെ വയ്ക്കാം. ഇതാണ് നമ്മുടെ വണ്ടി, കാമിൽ കോക്ക് ഫ്ലെക്സ് ബസ്. ബസ്സുകളൊക്കെ എത്ര വൃത്തിയായിട്ട് അവർ സൂക്ഷിക്കുന്നതെന്നറിയോ? തുടച്ച് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി സ്പോട്ട്ലെസ് ആക്കിയാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് അകത്ത് വെച്ചു, അവിടെ വെച്ചു. അപ്പോൾ നമുക്കിനി പതുക്കെ അകത്തോട്ട് കയറിയിരിക്കാം. സമയമുണ്ട്. എന്തായാലും എത്ര ഓർഗനൈസ്ഡ് ആയിട്ടല്ലേ ബസ് സ്റ്റാൻഡുകൾ. ഇങ്ങനെ ബസ് കമ്പനികളുടെ ഓഫീസ്, അതിന് നേരെ മുമ്പിലായിട്ട് അവർ ബസ് കൊണ്ട് നിർത്തുന്നു. ഇത് വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്ന വണ്ടി. സംഭവം കൊള്ളാം. ഞാനേ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി വന്നാൽ ഇവിടെയായിരുന്നു ടോയ്ലറ്റ്. അപ്പോൾ ഇവിടെ ടോയ്ലറ്റിൽ കയറാൻ പോലും ഇത് കണ്ടില്ലേ, വിസ, മാസ്റ്റർ, കോൺടാക്ട്ലെസ് കാർഡുകൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന്. അതായത് ഇവിടെ ആരുമില്ല പൈസ വാങ്ങിക്കാനൊന്നും. ജസ്റ്റ് നമ്മുടെ കാർഡ് ഇവിടെ ടാപ്പ് ചെയ്താൽ മാത്രം മതി. അതില്ലാന്നുണ്ടെങ്കിൽ നടപടിയാവില്ല. ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഇൻറ്റീരിയർ. കൊള്ളാം.
ഞാൻ ഫ്രണ്ട് സീറ്റാണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സീറ്റിന് നമ്മൾ €5 എക്സ്ട്രാ കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം €500 എക്സ്ട്രാ കൊടുക്കണം ഫ്രണ്ട് സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. കാരണം അങ്ങനെയാണ് ഫ്ലിക്സ് ബസ്സുകൾ, അങ്ങനെയാണ് ഫ്രണ്ട് സീറ്റുകൾക്ക് ഡിമാൻഡാണ്. കൊള്ളാം അല്ലേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബസ്, അടിപൊളി. ഇതുണ്ടല്ലേ മേഴ്സസ് ബെൻസിൻ്റെ ലോഗോ ഒക്കെയുള്ള ആ ഒരു സീറ്റ്, നല്ല കിട്ടില്ലൻ സീറ്റ്, നല്ല ക്ലീനാന്ന് നോക്ക്. മേഴ്സസിൻ്റെ വണ്ടിയാണ്, തുർക്കി കംപ്ലീറ്റ് മേഴ്സസിൻ്റെ വണ്ടികളാണ് കേട്ടോ. കിട്ടില്ലൻ വണ്ടിയാണല്ലോ, നല്ല കംഫർട്ടബിൾ സീറ്റ് തന്നെയാണ് കേട്ടോ, അടിപൊളിയാണ്. പുഷ് ബാക്ക് ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് ഫോണും ടാബും ഒക്കെ ഇവിടെ ഇങ്ങനെ വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇതാണ്. പിന്നെ ബസ് TV എന്ന് പറഞ്ഞൊരു സംഭവമാണ്. നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ TV ഒക്കെ ആക്സസ് ചെയ്യാം. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞ വാണിംഗ് കൊടുത്തിട്ടുണ്ട്, സീറ്റ് ബെൽറ്റ് ഉണ്ട്. എന്തായാലും യൂറോപ്പിലേക്ക് പോകുന്ന വണ്ടികളല്ല, അപ്പോൾ എന്തായാലും ട്രൂലി യൂറോപ്യൻ സ്റ്റാൻഡേർഡിലല്ലേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സംഭവങ്ങളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇൻട്രസ്റ്റ് വിളിച്ച്. അതായത് ഫ്ലെക്സ് ബസ്സിൻ്റെ ബസ്സുകൾക്ക് ഫ്ലെക്സ് ബസ്സിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റാൻഡേർഡുകൾ അനുസരിച്ചായിരിക്കും അവരുടെ ബസ്സുകൾ അവർ സെലക്ട് ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും ഒക്കെ. പിന്നെ ഇവിടെ ഇതടി കാണുന്ന സ്ഥലത്ത് മറ്റേ ചാർജിങ് സ്ലോട്ടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്, മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികൾ. ഇത് 2x2 ആണ്, ചിലത് 1x2 ആയിരിക്കും, ചിലത് 2x2 ആയിരിക്കും. അങ്ങനെ പല ടൈപ്പ്, ചിലത് ഡബിൾ ഡെക്കർ ബസ്സുകളുണ്ടാവും. അങ്ങനെ പല ടൈപ്പ് ബസ്സുകളുണ്ട്. അങ്ങനെ സമയം രാവിലെ തുർക്കി ടൈം 11 മണി. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് വിട്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ പോവുകയാണ് ബൾഗേറിയയിലേക്ക്. ഇവിടെ എല്ലാം ബസ്സുകൾ കിടക്കുന്നുണ്ടോ, എന്തോരം ബസ്സുകളാണെന്നറിയോ. നമ്മുടെ ബസ് ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ എയർപോർട്ട്, ഇസ്താൻബുൾ എയർപോർട്ട് എന്ന് പറയുന്നത്, ഇസ്താൻബുളിൽ 2 എയർപോർട്ടുണ്ട്. ഇസ്താൻബുളിലെ മെയിൻ എയർപോർട്ട് എന്ന് പറയുന്നത് ഇസ്താൻബുൾ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 10-50-60 കിലോമീറ്റർ മാറിയാണുള്ളത്. ആ എയർപോർട്ടിൻ്റെ റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ റോഡും ഇൻഫ്രാസ്ട്രക്ചറും ഇവിടുത്തെ ഡെവലപ്മെൻറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ യൂറോപ്പിലെ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി പോലെയുള്ള പല രാജ്യങ്ങളുമായിട്ടും കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും റോഡും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ തുർക്കിയൊക്കെ യൂറോപ്പിൽ അല്ല ഷെങ്കനിൽ തന്നെ കയറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയ്ക്ക് ഡെവലപ്മെൻറ്റും ബാക്കിയുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. തുർക്കി ഒരു വലിയൊരു ശക്തിയാണല്ലോ ഈ ഒരു ഭാഗത്തെ. പണ്ട് നമ്മുടെ ഒട്ടോമാൻ്റെ കാലഘട്ടം മുതൽ ഇവരൊരു ശക്തി കേന്ദ്രം തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ബോർഡർ എന്ന് പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും ബിസിയസ്റ്റ് ബോർഡർ ക്രോസിങ് സ്ഥലമാണ്. ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഫുള്ള് കോടയായിരുന്നു വരുന്ന വഴിക്ക്. നമ്മൾ ഒരു 2 മണിക്കൂറോളം കഴിഞ്ഞു ഇപ്പം ബസ്സിൽ കയറിയിട്ട്. ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിരിക്കുകയാണ്. എല്ലാം ഈ പറഞ്ഞ പോലെ യൂറോപ്പിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന വണ്ടികളൊക്കെയാണെന്ന് തോന്നുന്നു. മൂത്രമൊഴിക്കാനും പിന്നെ ചായ പിടിക്കാനൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയതാണ്. എല്ലാവരും കൊണ്ട് ഇറങ്ങി ഓടിയിട്ടുണ്ട്. എല്ലാവർക്കും മുള്ളാൻ മുട്ടിയിരിക്കുക. ഇതൊക്കെ തുർക്കിയുടെ ട്രക്കുകളാണ്. ട്രക്ക് പോലും എന്ത് വൃത്തിയാണെന്ന് എനിക്ക്. ഒരു ചെളിയോ പൊടിയോ ഒന്നും ഇല്ലാതെ നീറ്റായിട്ടിട്ടിരിക്കുകയാണ് ട്രക്ക്. കണ്ടില്ല, ആ ട്രക്കിൽ അവർ വെള്ളം നിറയ്ക്കുകയാണ്. ഇവിടുന്ന് ട്രക്കിൽ എന്തോ ഒരു ടാങ്കിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ട്രക്കൊക്കെ എന്ത് വലിപ്പമാണെന്ന് എനിക്ക്. അസാധ്യ വലിപ്പം കേട്ടോ ഇത് മറ്റേ നമ്മുടെ റെനോ ഇല്ല, റെനോൾട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന റെനോ കമ്പനിയുടെ ട്രക്കാണിത്. മിഷലിൻ്റെ ടയറും. ഇതിൻ്റെ മേളിൽ കയറണമെങ്കിൽ തന്നെ ഒരു കഷ്ടപ്പാടായിരിക്കുമല്ലോ. ഇതിനകത്തോടൊക്കെ ചവിട്ടി കയറണം. ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കണ്ടോ, 2 സൈഡിലും ഫ്യൂൽ ടാങ്ക് ഉണ്ട്. നോക്കി എന്തോന്നടി ഇത്, വീട്ടിലും ട്രക്കുകളാട്ടോ. ഭയങ്കര രസമല്ലേ. ഇവിടെ ഇപ്പോൾ വേറെ ഒരു ബസ്സും കൂടെ കൊണ്ടു നിർത്തി. ഇത് എങ്ങോട്ടുള്ളതെന്ന് അറിയത്തില്ല. എന്തായാലും 2 വണ്ടികളുണ്ട് ഇപ്പോൾ. ഓ മൈ ഗോഡ്, ഇത് ഉക്രൈൻ്റെ വണ്ടിയാണ്. നോക്ക്, ഫ്ലാഗ്, ഉക്രൈൻ്റെ ഫ്ലാഗ് അല്ലേ അത്. അതേപോലെ തന്നെ UA എന്നാണ് നമ്പർ പ്ലേറ്റിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. UA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈൻ്റെ രജിസ്ട്രേഷൻ്റെ ആണ്. TR തുർക്കി, BG ബൾഗേറിയ, UK ഉള്ളതുകൊണ്ടാണ് ഇവർ UA എന്ന് എഴുതിയിരിക്കുന്നത്. ഉക്രൈനിലേക്ക് പോകുന്ന വണ്ടി, തുർക്കിയിൽ നിന്ന് ഉക്രൈനിലേക്ക് പോകുന്ന വണ്ടി. ഉക്രൈനിലേക്ക് ഇപ്പം നമുക്ക് ബസ്സിലും ട്രെയിനിലും മാത്രമേ പോകാൻ പറ്റുള്ളൂ. വിസ കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. പറ്റുമെങ്കിൽ പോകാൻ നമുക്ക് നോക്കാം, വിസ കിട്ടുവാണെങ്കിൽ പോവാം. അപ്പോൾ ഉക്രൈൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ബസ്സിലൊക്കെ കയറി പോകാം. നമുക്ക് ഫ്ലൈറ്റ്സ്, വിമാനങ്ങളൊന്നും ഉക്രൈനിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ബസ്സിലും ട്രെയിനിലും മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഈ ഉക്രൈനിലേക്ക് പോകുന്ന ബസ്സും ഇവിടെ നിന്ന് ബൾഗേറിയ പോയിട്ട് അവിടെ നിന്ന് റൊമാനിയ കയറിയിട്ടാണ് ഉക്രൈനിലേക്ക് പോകുന്നത്. മിക്കവാറും ഒഡേസി എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിരിക്കും പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് നമ്മുടെ വണ്ടിയുടെ ആൾക്കാർ. എനിക്ക് വിശക്കാത്തോണ്ട് ഞാൻ ഒന്നും കഴിച്ചില്ല. ഞാൻ തിരിച്ചിപ്പോൾ കയറാം, പോറായി. നമ്മളിപ്പോൾ ആക്ച്വലി കപ്പിക്കുലെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററോടെ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ കാണുന്ന കാട് കണ്ടോ, ആ കാടെന്ന് പറയുന്നത് ഗ്രീസാണ്. ആ കാടിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഇവിടെ ഒരു ചെറിയൊരു നദിയുണ്ട് ഈ റോഡിനോട് ചേർന്ന്.
അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഗ്രീസാണ്. ഗ്രീസ് എന്ന് പറയുന്നത് നമുക്കറിയാം മറ്റൊരു ഷെങ്കൻ രാജ്യമാണ്, മറ്റൊരു ബാൽക്കൻ രാജ്യമാണ്. അപ്പോൾ ആ ഗ്രീസിൻ്റെ ബോർഡറിലൂടെയാണ് നമ്മൾ പോകുന്നത്. കാപ്പിക്കുൾ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഇരിക്കുന്നത് ഗ്രീസ്, ബൾഗേറിയ, തുർക്കി ഈ 3 രാജ്യങ്ങളുടെ മധ്യഭാഗത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു അത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഭയങ്കര പോലീസ് പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കാരണം അനധികൃതമായിട്ട് കുടിയേറുന്ന ധാരാളം ആളുകൾ ഈ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ തടയുന്നതിന് വേണ്ടി തുർക്കിയുടെ ഭാഗത്തു നിന്നുള്ള പ്രിക്കോഷൻസും പിന്നെ ഗ്രീസിൻ്റെയും ബൾഗേറിയയുടെയും ഭാഗത്തു നിന്നുള്ള പ്രിക്കോഷൻസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ബോർഡർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബോർഡർ എത്തുന്നു. ഇതൊക്കെ യൂറോപ്പിലേക്ക് പോകാൻ കിടക്കുന്ന വണ്ടികളായി. ഏതൊക്കെ രാജ്യത്തിൻ്റെ വണ്ടികളുണ്ടെന്ന് അറിയാം. നെതർലാൻഡ്സിൻ്റെ വണ്ടി, ബൾഗേറിയയുടെ വണ്ടി, തുർക്കിയുടെ വണ്ടി, റൊമാനിയയുടെ വണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര വണ്ടികളാണ്. ഇത് ബൾഗേറിയയുടെ മറ്റൊരു ബസ്. തുർക്കി ഗുഡ് ബൈ. ഇവിടുത്തെ തിരക്ക് നോക്കിയാൽ എന്തോരം കാറുകളാണെന്നറിയോ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി കിടക്കുന്നത്. ബസ്സുകൾക്ക് പിന്നെ സെപ്പറേറ്റ് ഒരു ലൈൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഏറ്റവും ബിസിയസ്റ്റ് ബോർഡർ ക്രോസിങ്ങുകളിൽ ഒന്നാണിത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ബോർഡർ ക്രോസിംഗ് ആണിത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളമായി. വണ്ടികൾ അനങ്ങുന്നില്ലായിരുന്നു, അതുപോലെ തിരക്കായിരുന്നു. ഇപ്പോഴാണൊന്ന് അനങ്ങി തുടങ്ങിയത്. മിക്കവാറും ഇനി ഏകദേശം ഒരു മണിക്കൂറും കൂടെ എടുക്കുമെന്നാണ് തോന്നുന്നത്. എന്തോരം വണ്ടികളാണെന്ന് വെച്ചാൽ യൂറോപ്പിൽ കയറാൻ വേണ്ടി കിടക്കുന്നത്. അപ്പോൾ ബസ് ഇറങ്ങി നമ്മൾ ഇമിഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. തുർക്കിയുടെ ഇമിഗ്രേഷൻ ആണേ. നമ്മൾ പുറത്തിറങ്ങി പോയിട്ട് നമ്മൾ തുർക്കിയുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞു, എക്സിറ്റ് അടിച്ചു. ഒന്നും ചോദിച്ചില്ല, എന്നെ ഷെങ്കൻ വിസ ഉണ്ടോന്ന് പോലും ആരും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. എക്സിറ്റ് അടിച്ചു വന്നു. നൗ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വേണ്ടി വന്ന് ബസ്സിൽ കയറി. അപ്പോൾ ഇനിയും നമ്മൾ യൂറോപ്പിലേക്ക് കയറുകയാണ്. കയറിയിട്ട് ബൾഗേറിയയുടെ ഇമിഗ്രേഷൻ, ഷെങ്കൻ ഇമിഗ്രേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തിരക്കാന്നൊക്കെ എന്തോരം വണ്ടികളാണെന്നൊക്കെ. ഇതിപ്പോൾ നമ്മൾ നോമാൻസ് ലാൻഡിലാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ബൾഗേറിയക്ക് കയറാൻ വേണ്ടി കിടക്കുന്ന വണ്ടികളായി. ബൾഗേറിയ മാത്രമല്ല, ബൾഗേറിയ വഴി യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അങ്ങ് UK വരെ പോകുന്ന വണ്ടികളൊക്കെ ഉണ്ടാവും. അതാണ് ഈ ഒരു റൂട്ടെന്ന് പറയുന്നത്. പണ്ട് ഷെങ്കൻ്റെ ഔട്ടർ ബോർഡർ എന്ന് പറയുന്നത് ബൾഗേറിയ ആയിരുന്നില്ല, ഇതിനപ്പുറമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഷെങ്കൻ ഇന്നലെ അല്ല ജനുവരി 1 മുതൽ ഇതാണ് ഷെങ്കൻ്റെ ഔട്ടർ ബോർഡർ എന്ന് പറയുന്നത്, ബൾഗേറിയ. ബസ്സിൽ ഭയങ്കര കയ്യടിയൊക്കെ ആയിരുന്നു. ഏതോ ഒരു വഴി കൂടെ 3-4 വണ്ടികൾക്കിടയിലൂടെ എടുത്തുകൊണ്ട് വന്ന് എങ്ങനെയൊക്കെയോ കൊണ്ടുപോകാണ്ട്. ബസ്സിൽ പോകുന്നതാണ് ഭയങ്കര എളുപ്പം. നോക്കിയാൽ കാറിലൊക്കെയാണ് എത്ര സമയം എടുക്കുമെന്ന് അറിയോ, മണിക്കൂറുകൾ എടുക്കും. അതുപോലെ കിടക്കുക. നമ്മൾ ഏതൊക്കെയോ ഓടുവഴി കൂടെ എടുത്തുകൊണ്ട് പോകും. അങ്ങ് ദൂരെ നമുക്ക് ഒരു കൊടി കാണാം. അങ്ങനെ നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ തുർക്കിയോട് ഇവിടെ പറഞ്ഞ് നമ്മൾ നോമാൻസ് ലാൻഡിൽ കയറി. ഗുഡ് ബൈ. മൊത്തം ഫോഗാണ് കേട്ടോ. അവിടെ ദൂരെ ആ കാണുന്നത് നമുക്ക് യൂറോപ്പിന്റെയും അതേപോലെ തന്നെ ബൾഗേറിയയുടെയും ഫ്ലാഗുകളാണ്. ഈ റൂട്ടിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ബസ്സാണ് എളുപ്പം. ട്രെയിനും ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ അതിന്റെ ടിക്കറ്റ് ഓൺലൈൻ എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് ഞാൻ നോക്കിയായിരുന്നു. ഏതോ സ്റ്റേഷനിൽ പോയി എടുക്കണം എന്നൊക്കെയാണ് കണ്ടത്. ഇവിടെ പോകുന്ന വണ്ടികളൊക്കെ എന്തോ വെള്ളം ഒഴിച്ച് കഴുകുന്ന പരിപാടി എന്തൊക്കെയുണ്ട്. നോക്കി ഇത് കണ്ടോ, വെള്ളമൊക്കെ ഒഴിച്ച് കഴുകുന്നുണ്ടോ, പലതരത്തിലെ വെള്ളം വരുന്നുണ്ടോ, എന്തോ ഡിസിൻഫെക്ഷൻ പരിപാടിയോ അങ്ങനെ എന്തൊക്കെയോ പരിപാടിയാണെന്ന് തോന്നുന്നു. അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ. ഇവിടെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. അതായത് നമ്മൾ ബസ്സിൽ ഇരുന്നാൽ മതി. നമ്മുടെ മറ്റേ ഇമിഗ്രേഷൻ അവിടെ എത്തുമ്പോഴത്തേക്കിനും ഓരോ ബസ്സിലെ ആൾക്കാരെ ഇറക്കി ഡ്രൈവറുടെ നമ്മുടെയൊക്കെ പേരുണ്ടാവുമല്ലോ, ചാർട്ട്, അത് അവരുടെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ 1 by 1 ആയിട്ട് ആ ബസ്സിലെ ആൾക്കാർ മാത്രമായിട്ട് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യും. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി വരും, തിരിച്ച് അതേ ബസ്സിൽ കയറും. ബസ്സിൽ നിന്ന് ഇറങ്ങിയ 10 മിനിറ്റ് കൊണ്ട് പരിപാടി തീർത്ത് എല്ലാവരും ബസ്സിൽ കയറി വരും. അത്ര ഓർഗനൈസ്ഡാണ്. ഈ വണ്ടികളെല്ലാം ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് ഇവിടെ. ബസ് കുറേ ബസ്സുകൾ ഇങ്ങനെ കിടപ്പുണ്ട് ഇവിടെ, കണ്ടില്ലേ, ഒക്കെ ഇങ്ങനെ. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇടിച്ചു കുത്തി പോകത്തില്ലേ, അങ്ങനെ ഇടിച്ചു കുത്തി പോകാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. തുർക്കിയിലും അതേപോലെ തന്നെ ബൾഗേറിയയിലും രണ്ടിടത്തും ഒരേപോലെയാണ്. ഇവിടെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകണം അവിടെ ഇമിഗ്രേഷന് വേണ്ടി. ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേ ഇവിടെ സെക്യൂരിറ്റി സ്റ്റാഫ് വന്ന് ബസ്സിലൊക്കെ കംപ്ലീറ്റ് പരിശോധിക്കുക, ആരെങ്കിലും അകത്ത് ഒളിച്ചിരിപ്പുണ്ടോന്നൊക്കെ, എന്നിട്ടേ പോകുള്ളൂ. അങ്ങനെ നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ ഇവിടെ പുറത്ത് വന്നു. നമ്മുടെ ബസ് ഇവിടെ വരുന്നുണ്ട്. ബസ് ഇനി കസ്റ്റംസിൻ്റെ സ്കാനിങ്ങിനായിട്ട് പോകും. അവിടെ ഒരു എക്സ്റേ മെഷീൻ ഉണ്ട്, അതിനകത്ത് കൊണ്ടുപോയി സ്കാൻ ചെയ്തിട്ട് വരും. നമ്മൾ ബാഗ് പോലും പുറത്തെടുത്ത് സ്കാൻ ചെയ്യണ്ട, എല്ലാം ബസ് പോയി ചെയ്തോളും. അങ്ങനെ നമ്മുടെ ബസ് സ്കാനിങ് എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇമിഗ്രേഷനിൽ എന്നോട് ഒന്നും ചോദിച്ചില്ല, എവിടെ പോകാമെന്നോ എന്ത് ചെയ്യുവാണെന്നോ ഒന്നും ചോദിച്ചില്ല. എൻ്റെ ബൾഗേറിയൻ വിസയാണല്ലോ എൻ്റെ ഉണ്ടായിരുന്നത്, ബൾഗേറിയയുടെ ഷെങ്കൻ വിസയാണ് എൻ്റെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ they didn't ask me anything. ഞാൻ ബൾഗേറിയയിലേക്ക് തന്നെയാണ് കയറുന്നതും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബസ്സിൽ കയറുന്ന ആൾക്കാരാണ്. ബസ് സ്കാനിങ് കഴിഞ്ഞ് തിരിച്ചവിടെ കൊണ്ട് പാർക്ക് ചെയ്യും, നമ്മൾ ബസ്സിൽ കയറും, പോവും. സിമ്പിൾ പ്രോസസ്സ്, ഹാസിൽ ഫ്രീ ബോർഡർ ക്രോസിങ്. ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലം അവർ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് ഡീൽ ചെയ്തു. അങ്ങനെ നമ്മൾ നമ്മുടെ ഷെങ്കൻ ഏരിയയിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു കുന്തവും ചോദിച്ചില്ല. ഇപ്പോഴും ഞെട്ടാണ്, എന്താണെന്നൊന്നും ചോദിക്കാത്തത്. സാർ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ട, ഒന്നും ചോദിച്ചില്ല. അടിപൊളി. എന്തായാലും സൂപ്പർ ഹാപ്പി. അപ്പോൾ നമ്മുടെ ഈ KLT UK യാത്രയിൽ നമ്മുടെ 18ാമത്തെ രാജ്യത്തിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്, ബൾഗേറിയ. This is John. John is studying in Sofia, right? Yes.
Yeah. John told me that if you need any help in Sofia, you can contact me. So yeah, I'll try to meet when I come to Sofia. John ആണ് എൻ്റെ co-passenger. അങ്ങനെ ആ കാപ്പിക്കുള്ള ഇമിഗ്രേഷൻ ആ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ ബൾഗേറിയയുടെ നിരത്തുകളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് രാജ്യങ്ങളൊക്കെ നമുക്ക് അതിർത്തികളില്ലാതെ നമുക്ക് യാത്ര ചെയ്യാം. അതായത് ഇമിഗ്രേഷനും ബാക്കിയുള്ള സംഭവമൊന്നും ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഷെങ്കൻ്റെ ഒരു ഗുണം. പക്ഷേ നമ്മളിതിനിടയ്ക്ക് ചില രാജ്യങ്ങൾ, അതായത് മൾഡോവ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അൽബേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, കൊസോവോ തുടങ്ങിയ നോൺ ഷെങ്കനിലുള്ള രാജ്യങ്ങളിലേക്ക് ഇതിനിടയ്ക്ക് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമിഗ്രേഷൻ്റെ ആവശ്യമുണ്ട്. പല രാജ്യങ്ങളിലും നമുക്ക് ഷെങ്കൻ വിസ ഉപയോഗിച്ച് പോകാവുന്നതാണ്. നമ്മുടെ വണ്ടിയിൽ 6 പേര് തിരിച്ച് കയറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് പറഞ്ഞു, സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെന്താ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പുള്ളി ഇറങ്ങി വന്ന് നോക്കുന്നുണ്ട് ഡ്രൈവർ. ഇവിടെ കസീനോ ഒക്കെ ഉണ്ട്, അതുണ്ടല്ലോ ഒരു കസീനോ. നമ്മുടെ വണ്ടി എങ്ങനെ റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുക, ഇനി എത്ര ദൂരെയുള്ള റിവേഴ്സ് എടുക്കും എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ മിസ്സായ ആൾക്കാരെ തപ്പി വണ്ടി തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ പോയിട്ടാണ് നമുക്ക് യൂട്ടേണിലൊക്കെ ഒരു സ്ഥലം കിട്ടിയത്. അവിടെ നിന്ന് പിന്നെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. കഷ്ടമുണ്ടല്ലേ. അവരൊക്കെ തിരിച്ചു വന്ന് അവർ ബസ് തപ്പി ഇവിടെ വന്ന് അടിപൊളി. അങ്ങനെ ഫൈനലി അവരെ കിട്ടി. 6-7 പേരുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ നോക്കിയിരുന്നില്ലല്ലേ, ബസ്സേ നമ്മളെടുക്കാതെ നമ്മൾ തിരിച്ചു പോകും. അതാണ് സംഭവം. അയ്യോ കൊള്ളാം. എന്തായാലും തിരിച്ചു വന്ന് എടുത്തല്ലോ, ഭാഗ്യം. നമ്മൾ ബൾഗേറിയ കയറിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തി. മുസ്തഫ മാർക്കറ്റ് എന്നും പറഞ്ഞൊരു ഡ്യൂട്ടി ഫ്രീ സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ ഈ ബസ്സുകളൊക്കെ ഇവിടെ നിർത്തും. എന്നിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും ഇറങ്ങി വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ടോയ്ലറ്റിലൊക്കെ പോകാമെന്നും പറഞ്ഞുകൊണ്ട്. എന്തെങ്കിലും കൊള്ളാം. ഇത് ടർക്കിഷ് കമ്പനിയാണ് മുസ്തഫ എന്ന് പറയുന്നത്. ഇതൊരു വെയർ ഹൗസ് പോലത്തെ ഒരു സ്ഥലം കേട്ടോ. ഇവിടെ മദ്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. വലിയ വലിയ കുപ്പി മദ്യമൊക്കെ ഇരിപ്പുണ്ട് അവിടെ. ജാക്ക് ഡാനിയൽസും ശിവാശ്രീകലും ബാലൻറ്റൈൻസും ജെയിംസണും മങ്കി ഷോൾഡറും എല്ലാം ഉണ്ട്. പിന്നെ ബിയറും വൈനും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. അടിപൊളി. കുറേ ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നു. സമയം ഇപ്പോൾ 5:45 തുർക്കി സമയം. നമ്മളിപ്പോൾ 4:45 മാറി. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു മണിക്കൂർ കൂടുതലാണ്. നമ്മളൊരു മണിക്കൂർ പുറകിലോട്ട് പോയി. പുറത്ത് -5 ഡിഗ്രി സെൽഷ്യസ് ആണ് കാലാവസ്ഥ. ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് ബൾഗേറിയൻ ലെവ് എന്ന് പറയും. അതായത് ബൾഗേറിയൻ ലെവ്. ഒരു ബൾഗേറിയൻ ലെവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം 45 രൂപ വരും. 5:30 മണിയായി. നോക്കിയേ, ഫുള്ള് ഇരുട്ടി. നമ്മളിനിയിപ്പോൾ ഏകദേശം 1.5 മണിക്കൂറും കൂടെ എടുക്കും. 1 മണിക്കൂറെങ്കിലും എടുക്കും നമ്മളവിടെ പ്ലോഡിൽ എത്താനായിട്ട്. ബസ് ബോർഡറിൽ കുറേ അധികം സമയം എടുത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി. ഇല്ലാന്നുണ്ടെങ്കിൽ 5 മണിക്ക് നമ്മൾ പ്ലോഡിൽ എത്തേണ്ടതാണ്. അയ്യോ, പെട്ടിയെല്ലാം കൂടെ താഴെ വീണേ. അങ്ങനെ നമ്മൾ പ്ലോഡിൽ എത്തി. പ്ലോഡിവ് എൻ്റെ ബാഗ് ഇരിക്കുന്നുണ്ടോ അകത്ത്? അപ്പോൾ ഇതാണ് പ്ലോഡിവ് ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ ബസ് കൊണ്ട് നിർത്തിയത്. പ്ലോഡിവ് എന്ന് പറയുന്നത് പണ്ട് കാലം മുതൽ, അതായത് BC 7000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ആളുകൾ ജീവിച്ചിരുന്ന ഒരു അതിപുരാതനമായിട്ടുള്ള ചരിത്രമുള്ള ഒരു നഗരമാണ് പ്ലോഡിവ് എന്ന് പറയുന്നത്. നമ്മൾ ബൾഗേറിയ എന്ന് പറഞ്ഞ രാജ്യത്തെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമാണ് പ്ലോഡിവ് എന്ന് പറയുന്നത്. ബൾഗേറിയയുടെ ക്യാപിറ്റൽ സോഫിയയിലേക്ക് നമ്മൾ നാളെ പോകും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നിൽക്കും. അപ്പോൾ ബസ് ഇറങ്ങി ഇവിടെ നിന്ന് തൊട്ട് മുമ്പിൽ റെയിൽവേ സ്റ്റേഷനുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ ഇന്ന് താമസിക്കേണ്ട ഹോട്ടലുള്ളത്. നമുക്ക് അവിടെ കൊണ്ട് ബാഗ് വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. സമയമുണ്ടല്ലോ. സമയം ഇപ്പോൾ വൈകിട്ട് 5:30 ആയതേ ഉള്ളൂ. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ രാത്രി 10 മണി ആയ പോലെ ഉണ്ടല്ലേ. പ്ലോഡിവ് പഴയ നഗരമായിട്ട് പഴയ കെട്ടിടങ്ങളൊക്കെയാണ് കാണുന്നത് മൊത്തത്തിൽ. ഇത് ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സിറ്റി സെൻ്റർ ആണെന്ന് തോന്നുന്നു. ഇവിടെ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഹലോ ഹായ് അത് ശരി. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തായിരിക്കും യൂഷ്വലി അവിടുത്തെ സിറ്റി സെൻറ്ററും പരിപാടികളൊക്കെ. പിന്നെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകളൊക്കെ, അതായത് മെയിൻ ബസ് സ്റ്റാൻഡും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ട്രാവലിംഗ് കുറച്ച് ഈസിയാണ്. കണ്ടോ, റെയിൽവേ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഫ്ലിക്സ് ബസ് കിടക്കുന്നുണ്ടോ? ഈ ഫ്ലിക്സ് ബസ്സുകളും അതേപോലെ തന്നെ ഇവിടെയുള്ള പല ബസ്സുകളും എല്ലാം ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ ഒരു ബസ് സ്റ്റാൻഡും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് പ്ലോഡിവ് റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം നല്ല പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ട്രെയിനൊക്കെ അവിടെ അകത്ത് കിടപ്പുണ്ട്. ആ ട്രെയിനിലൊക്കെ നമുക്ക് നാളെ കയറാം. നമുക്ക് ഇഷ്ടംപോലെ ട്രെയിനിൽ കയറാനുണ്ടല്ലോ അല്ലേ. ഇതെന്താ ഇത്? അണ്ടർപാസ് ഉണ്ടോ? സബ്വേ ഉണ്ടോ? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ സബ്വേ ഉള്ളതായിട്ട് നമുക്ക് തോന്നൂല കേട്ടോ. നമ്മുടെ ഷെങ്കൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ ഷെങ്കൻ രാജ്യങ്ങളിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ബൾഗേറിയയും റൊമാനിയയും ഒക്കെ ആയിരിക്കും. കാരണം ഇവരൊക്കെ ഇപ്പോൾ ഷെങ്കനിൽ കയറിയല്ലേ ഉള്ളൂ.
പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ ഭാഗമാണല്ലോ, അപ്പോൾ വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലാത്ത ഒരു രാജ്യമാണ്. പക്ഷേ എന്നാലും ചില കാര്യങ്ങളൊക്കെ എക്സ്പെൻസീവ് ആണ്. എന്നാലും അതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. നമുക്ക് നാളെ ഇവിടെ നിന്ന് ഫർദർ മുന്നോട്ട് പോകുന്നതിൻ്റെ ആ ഒരു സംഭവം എളുപ്പമാക്കുന്നതിന് വേണ്ടി ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള ഈ ഒരു A&M ഹോട്ടൽ എന്ന് പറഞ്ഞ് ഈ കാണുന്ന ഒരു ഹോട്ടലിലാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. 2500 രൂപയ്ക്കാണ് ഞാൻ ഇവിടെ റൂം ബുക്ക് ചെയ്തത്. 2500 രൂപ. 2500 രൂപയ്ക്കൊക്കെ യൂറോപ്പിലൊരു റൂം കിട്ടുക എന്ന് പറയുന്നത് സ്വർഗമാണ്. പോയി നോക്കാം 2500 റൂം എങ്ങനെയുണ്ടാവും. തുറക്കു സിസി. റിസപ്ഷനൊക്കെ കൊള്ളാമല്ലോ, അടിപൊളിയാണല്ലോ. അങ്ങനെ ചാവി കിട്ടി. രാത്രി 10 മണി മുതൽ രാവിലെ 8 മണി വരെ റിസപ്ഷൻ തുറക്കൂല. നിങ്ങൾക്ക് പുറത്ത് പോകണമെങ്കിൽ അകത്ത് പോകണമെന്നുണ്ടെങ്കിലും സൈഡിലൊരു വഴിയുണ്ട്, ആ സൈഡിലൊരു വഴി കാണിച്ചു തന്നു, ആ വഴി കൂടെ പോയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ചാവി വെച്ച് ആക്സസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ചാവി തന്നിട്ടുണ്ട്. സോ മൈ റൂം നമ്പർ ഈസ് 224. നമ്മുടെ നാട്ടിലെ ലോഡ്ജ് ഇല്ലേ, അതേപോലത്തെ ഒരു ലോഡ്ജാണ് ഇത്. 224 ഇവിടെ, 225 ഉണ്ട്, 223 ഉണ്ട്, 224 ഇവിടെ. ഇതാണ് എൻ്റെ മുറി. നമുക്ക് മുറി ഭയങ്കര വലിയ മുറിയാണ്. ചെറിയ കട്ടില്ല, സിംഗിൾ ബെഡാണ്. കണ്ടില്ലേ, സിംഗിൾ ബെഡ്, ഒരാൾക്ക് കിടക്കാവുന്ന ഒരു കുഞ്ഞ് ചെറിയ കട്ടില്. പക്ഷെ മുറി ഭയങ്കര വലുപ്പമാണ്. കണ്ടില്ലേ, ഒരു ഓപ്പൺ അലമാരയും പിന്നെ ഇവിടെ ഒരു TV യും പിന്നെ ഒരു ഫ്രിഡ്ജും സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂമും അടിപൊളിയാണ്, പൊളിച്ച് ഇല്ലേ, കൊള്ളാം. എന്തായാലും അടിപൊളി, സൂപ്പറാണ്. 2500 രൂപയ്ക്ക് എന്തായാലും ഇത് ലാഭമാണ്, ലോട്ടറിയാണ്. അപ്പോൾ നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തരാം, എന്തൊക്കെയാണ് രാത്രി ഇവിടെ ഉള്ളതെന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുപ്പി വെള്ളം പോലും കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് റൂമിലൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുവരെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. ഞാൻ ഇവിടെ റൂമിൽ വന്നിട്ട് ഒന്ന് ഫ്രഷായൊന്നുമില്ല, ഫ്രഷാകുന്ന സമയം കിട്ടിയില്ല. നമുക്ക് ഡിന്നർ കഴിക്കാനുണ്ട്. നമുക്ക് കുറച്ച് ടിപ്പിക്കൽ ബൾഗേറിയൻ ക്യുസിൻ കഴിച്ചാലോ. ഈ ബൾഗേറിയൻ ഫുഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഫുഡ് പ്ലസ് ഒരു തുർക്കിഷ് ഫുഡിൻ്റെ ഒരു മിക്സാണ്. അതായത് തുർക്കിഷ് ആൻഡ് ഗ്രീക്ക് ഫുഡിൻ്റെ ഒരു മിക്സ് ആണെന്നാണ് ഞാൻ കേട്ടത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കാം. ഇതാണ് ഈ പ്രശ്നം, അതായത് രാത്രിയാവുന്നത് 5 മണിയാകുമ്പോഴത്തേക്കിന് രാത്രിയാവും. അതാണ് ഇതിൻ്റെ പ്രശ്നം. എന്ത് ചെയ്തുകൊണ്ട് കാര്യമില്ല, 5 മണിയാകുമ്പോഴത്തേക്കും രാത്രിയാവും. ലെറ്റ്സ് സീ, പോയി നോക്കാം. ഇത് ഏത് ബസ്സാണ് ഇവിടെ വരുന്നത്? ഒരു അന്തം കൊന്തമൊന്നും കിട്ടുന്നില്ലല്ലോ. ഇതെന്താ സംഭവം? ഇതെന്താ പറഞ്ഞത്? ഫുൾ പോസ്റ്ററുകളാണല്ലോ. നമ്മുടെ നാട്ടിലെ സിനിമ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വയ്ക്കുന്ന പോലത്തെ എന്തോ പരിപാടികളൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ കാണുമ്പോൾ നട്ടപ്പാതിരാത്രി പോലെയൊക്കെ ഇല്ലേ, അവിടെ എന്താ മുമ്പിൽ കോണ്ടിനെൻ്റൽ ഗെയിമിംഗ് ക്ലബ്ബ്, അങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ കാണാം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. ലെറ്റ്സ് സീ, നോക്കാം. ഇവിടെ നിന്ന് ഏതോ ഒരു ബസ് വരും, ഇപ്പം നോക്കാം. ഇവിടെ ഒരു ബസ് വന്ന് ആ ബസ്സിൽ കയറിപ്പോയിട്ട് എൻ്റെ കാർഡൊന്നും അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. അത് ഭയങ്കര ശോകമായി പോയി ഗൈസ്. അവിടെ പൈസ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ നോക്കിയപ്പോഴത്തേക്കും കാർഡൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനകത്ത് പോയിട്ട് ATM വല്ലതും ഒന്നും നോക്കാം, പൈസ വല്ലതും കിട്ടുമെന്ന് നോക്കാം. വണ്ടിയൊക്കെ വരുന്നുണ്ടല്ലോ. ഇതെന്താണ് കാർഡൊന്നും അക്സെപ്റ്റ് ചെയ്യാത്ത ബസ്സോ? സാധാരണ രീതിയിൽ ഇവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ ആ വണ്ടിയിൽ കയറിയിട്ട് ആ ചേട്ടൻ പാവം നിസ്സഹായനാണ്. ഒരു ബൾഗറിൻ ലിവ 45 രൂപയുള്ളൂ. പക്ഷെ അതെൻ്റെ ഇല്ല. ഇപ്പം എന്ത് ചെയ്യും? നോക്കട്ടെ, എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. ഇവിടെ ATM വല്ലതും ഉണ്ടോ നോക്കട്ടെ. ദൈവം, എനിക്കിവിടെ ATM ഒന്നും കിട്ടുന്നില്ലല്ലോ. ഞാനിവിടെ ATM നോക്കി നടക്കണം. എനിക്കവിടെ വിശക്കുന്നു. ഇതിപ്പോൾ രാത്രി 7 മണി ആയപ്പോഴത്തേക്കിന് ഇതെല്ലാം കൂടെ അടച്ചു. ഇതെന്തോന്ന് യൂറോപ്പടേ. ഇവിടെ കള്ളിൻ്റെ കടയുണ്ട്, അത് മാത്രമുണ്ട്. എൻ്റെ പൊന്നു ചേടാ, എന്ത് കഷ്ടമെന്ന്. എനിക്ക് വിശക്കുന്നു. ഇവിടെ ഫുഡ് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തേങ്ങ ഒരു കുന്തോ ഇല്ല. ഓ മൈ ഗോഡ്, ഞാൻ എന്താണ് ഗൈസ് ഇങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ? അങ്ങനെ ഫൈനലി എനിക്കൊരു ATM കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ, എൻ്റെ കാർഡ് അകത്തേക്ക് പോയി. എന്ത് സംഭവിക്കുമോ? ഒരു 300 ബൾഗേറിയൻ ലിവ എടുക്കാം അല്ലേ? 300 എടുക്കാം. 300 എടുക്കാന്ന് പറയുമ്പോഴത്തേക്കിനും കിട്ടുമെന്ന് നോക്കാം. എത്ര കിട്ടുന്നതെന്നുള്ളത് നോക്കട്ടെ. ദ ഓണർ ഓഫ് ദിസ് ടെർമിനൽ 3. ഓക്കെ, യെസ്, 3 ബൾഗേറിയൻ ലിവ. 150 രൂപ എടുക്കുമെന്ന് അവൻ സർവീസ് ചാർജ് ആയിട്ട്. 150 രൂപ എന്ന് പറയുമ്പോഴത്തേക്കിനും കാശും കാർഡും കിട്ടിയാൽ മതി തിരിച്ച്. അത്രേ ഉള്ളൂ. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. കാശ് കിട്ടിയില്ലെങ്കിൽ കാർഡ് തിരിച്ച് കിട്ടിയാൽ മതി. അതാണ് ഈ ATM-ലൊക്കെ നമ്മൾ ഓരോ നാട്ടിൽ പോയിട്ട് പൈസ എടുക്കുമ്പോഴേ. എൻ്റെ കാർഡ് തിരിച്ചു വന്നു ഗൈസ്. യെസ്, കാർഡ് തിരിച്ചു വന്നു. പൈസ എവിടെ? കാശ് കിട്ടിയേ. ഞാൻ റിച്ചായി ഗൈസ്. ഇതെല്ലാം 50 ആണല്ലോ, ഒരു ചില്ലറയാക്കണല്ലോ. എന്നെയും സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടു. അതായത് എൻ്റെ ഞാൻ ATM പൈസ എടുത്തിട്ട് എനിക്ക് കിട്ടിയത് 50 ലിവയാണ്. 50 ലിവ എന്ന് പറഞ്ഞാൽ എനിക്ക് ബസ്സിൽ കറങ്ങി 1 ലിവ വേണം. അതെൻ്റെ ഇല്ല. ഞാൻ എന്ത് ചെയ്യും? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ ഒരു ബൾഗേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകാൻ കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ നടക്കും തോന്നുന്നില്ല. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കഴിക്കേണ്ടി വരും. സോ ഐ ആം നോട്ട് ഷുവർ. എന്ത് കഷ്ടമാണെന്ന് ചോദിക്കാൻ പറഞ്ഞ കാര്യമില്ല. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് സംതിങ്. ഏതൊക്കെയോ വഴി കൂടെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് റോഡിൻ്റെ നടുക്കൂടെ ഞാൻ ഓടുകയാണ് ഗൈസ്. എനിക്ക് വിശക്കുന്നേ. ഓ മൈ ഗോഡ്, ഇത് എന്ത് തേങ്ങ സ്ഥലമാണ് ഇത്. ഇത് യൂറോപ്പാണോ? ഇത് ഇങ്ങനെയാണോ യൂറോപ്പ്? ഇത് എൻ്റെ മനസ്സിലുള്ള യൂറോപ്പ് ഇങ്ങനല്ല ഗൈസ്. ദിസ് ഈസ് നോട്ട് മൈ യൂറോപ്പ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് എന്തോ കാണാം. യാസ് എന്തോ കസിൻ ഫുഡോ എന്തോ സംഭവമാണ്. ഇവിടെ എന്താ ഉള്ളത് നോക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇവിടെ താഴെ പിശയ്ക്ക് ഇരിപ്പുണ്ടല്ലോ. 1 ചിക്കൻ ഡോണർ. ഓക്കെ ഇവിടെ പൈസ കൊടുക്കണം അല്ലേ? ഇവിടെ നിന്ന് എന്തോ ഒരു സംഭവം ഓർഡർ ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞു. പൈസ കൊടുത്ത് 50 ലിറ, ബാക്കി തരുമായിരിക്കും. ഇന്ത്യ യെസ്, ഇന്ത്യ. ഐ ആം ഫ്രം ഇന്ത്യ. ബാക്കി പൈസയൊക്കെ തന്നു കേട്ടോ. 5ഉം 10ഉം ചില്ലറൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ. യെസ്, ഇന്ത്യ. ഷാറുഖ് ഖാൻ, आमिर खान. ये पंजाबी? ओके. पंजाबी? आप पंजाबी है? अब मैं केरला से. आप काम करते हैं इधर? हाँ? हिंदी नहीं पंजाबी नहीं. ओके. आप पंजाब से? किधर से? पंजाब में जलंधर के पास. हाँ ओके, ठीक है. मेरे को एक डोनर स्पाइसी बना दो. ठीक है. हाँ ठीक है, താങ്ക് യു. പഞ്ചാബി ഇവിടെ ജോലി ചെയ്യുന്നൊരു പഞ്ചാബി. യെസ്, താങ്ക് യു. हाँ कैसे हो? पंजाबी में बोल रहा है. मैं अच्छा है, बढ़िया है. യെസ്. എന്താണെങ്കിലും കുഴപ്പമില്ല. സ്പൈസി പറഞ്ഞതോ കുഴപ്പമില്ല. അപ്പോൾ ഒരു സ്പൈസ് ഒരു ചിക്കൻ പീസ് അല്ലെ എന്തോ ഒരു പിസ്സ. പിന്നെ അവരിപ്പോൾ എനിക്ക് അവിടെ അകത്തുനിന്ന് നല്ല അടിപൊളിയായിട്ട് സ്പൈസി ആയിട്ട് ഷവർമയൊക്കെ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ തന്നെ അവരവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കുളമൊക്കെ ഷവർമ അടിപൊളി. എന്തായാലും ആട്ടെ, ആലോചിച്ച് ഇവിടെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പഞ്ചാബികളും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും നമുക്ക് പല സ്ഥലത്തും. പഞ്ചാബി, താങ്ക് യു. ഇതെന്തോന്നാണ് ഇത്? റോഡോ വെറൈറ്റി സാധനം. ആലോചിക്കുകയും ഇവിടെ വരെ ഒരു പഞ്ചാബി ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആലോചിക്കുകയും ഇതാണ് നമ്മുടെ അവസ്ഥ. ആലോചിക്കുകയും ഇതാണ് എനിക്ക് തന്ന ചിക്കൻ ഷവർമ പോലത്തെ ഒരു സാധനം. നല്ല അടിപൊളി ടേസ്റ്റ്. എനിക്കറിയില്ല എന്താണെന്നറിയില്ല, അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല അസാധ്യ ടേസ്റ്റ്, അടിപൊളി. അങ്ങനെ രാത്രി ഒന്നും ആയില്ല, 8:30 ആയതേ ഉള്ളൂ. തുർക്കി സമയം 9:30. ഭയങ്കര തണുപ്പ് ഇവിടെ. എനിക്ക് തണുപ്പ് സഹിക്കാൻ വയ്യ. ഞാൻ എങ്ങനെയൊക്കെയോ ഫുഡ് കഴിച്ചു. ഞാൻ ആക്ച്വലി പുറത്ത് ഒന്ന് കറങ്ങാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ആ ബസ്സിൽ എനിക്ക് ചേഞ്ച് കിട്ടാതെ വന്ന് പണി വാളിയത് പ്രശ്നമായിപ്പോയി. സോ അതുകൊണ്ട് നടന്നില്ല. ഞാൻ ഫുഡ് കഴിച്ചു, വയറ് നടന്നു. ആ പഞ്ചാബി ചേട്ടൻ എത്ര ഹാപ്പി ആയിന്നറിയോ എന്നെ കണ്ടിട്ട്. അതായത് എന്നെ കണ്ടിട്ട് പുള്ളിക്ക് 2 ഹിന്ദി സംസാരിച്ചപ്പം പുള്ളി അവിടെ ഒറ്റയ്ക്കാണ്. പുള്ളിയുടെ കൂടുതൽ വർക്ക് ചെയ്യുന്നതൊക്കെ തുർക്കിക്കാരാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ തുർക്കിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്ക് എന്നെ കണ്ട് സംസാരിച്ചപ്പോൾ 2 ഹിന്ദി സംസാരിച്ചപ്പോൾ യു ആർ സോ ഹാപ്പി, യു നോ ദാറ്റ്. എവിടൊക്കെയല്ലേ എന്തോരോ ആൾക്കാരൊക്കെയാണ് വർക്ക് ചെയ്യുന്നല്ലേ, ഏതൊക്കെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നല്ലേ. ഭയങ്കര. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാം നമുക്ക് ഇന്ത്യക്കാരൊക്കെ പല സ്ഥലത്ത് ഇങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ. ഇങ്ങനെ ഞാൻ തിരിച്ച് റൂമിൽ വന്നു. സത്യം പറഞ്ഞാൽ പ്ലോവ്ഡി വന്ന് കറങ്ങണം കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ലേറ്റായിപ്പോയി, അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. ഇനി എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കിനും കാണാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഐ എം സോ സോറി ഫോർ ദാറ്റ്. അപ്പോൾ ലൈക്ക് ഓരോ നാട്ടിൽ പോകുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അല്ലേ. ശരിക്കും ഞാൻ ഇങ്ങനെയൊന്നും അല്ല ബൾഗേറിയനെ പറ്റി എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്.
നമുക്ക് സോഫിയയിൽ പോകുമ്പോഴത്തേക്കിനും എന്തായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. എനിവേ സീ യു ഗൈസ് ടുമോറോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. KL to UK യാത്രയാണ്, അതായത് കേരളത്തിൽ നിന്ന് UK വരെ ലാൻഡ് ബോർഡേഴ്സ് മാത്രം ക്രോസ് ചെയ്തുകൊണ്ടുള്ള യാത്രയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. പോലെ ഗൈസ്, ഞാനേ ഈ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചില്ലേ, ഇതിന് 1.5 ബൾഗേറിയൻ രൂപയായി, അതായത് 150 രൂപയായി ഈ ഒരു കുപ്പി വെള്ളത്തിന്. ഞാൻ ആ ഫുഡ് കഴിക്കാൻ പോയ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ച വെള്ളമോ 150 രൂപ. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ചേക്ക്, ഇതുപോലെ 1/2 ലിറ്ററിൻ്റെ വെള്ളം 150 രൂപ 200 രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചേക്ക്. സൂപ്പർ മാർക്കറ്റിൽ പോയാലും €1 1.5 ഒക്കെ കൊടുക്കണം ഈ ഒരു 1/2 ലിറ്ററിൻ്റെ വെള്ളത്തിന്. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്ക് 10 രൂപ കിട്ടുന്ന വെള്ളമാണ് ഇവിടെ 150 രൂപയ്ക്ക് കിട്ടുന്നത്. ഒന്ന് ആലോചിച്ചേക്ക്. അപ്പോൾ ഇനി കുപ്പി വാങ്ങിച്ച് അത് റീഫില്ല് ചെയ്ത് അതിനുള്ള പരിപാടികളൊക്കെ നോക്കണം. ഇനി വേറൊരു സംഭവമുണ്ട്, എന്താണെന്നറിയോ? ഇവിടെ ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഹീറ്റിംഗ് സിസ്റ്റം ഞാൻ 32-ലാണ് ഇട്ടിരിക്കുന്നത്. ഒരു കാര്യമില്ല, തണുത്ത് വിറച്ചിട്ട് വയ്യാന്ന് പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുമില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് വർക്ക് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു. എനിക്ക് പയ്യ ഇന്ന് മിക്കവാറും രാത്രി എനിക്ക് തണുത്ത് വിറച്ച് ഞാൻ കിടന്ന് ഇവിടെ ഒരു പരുവാവും. 2500 രൂപ റൂമിൽ പിന്നെ ഞാൻ എന്ത് എക്സ്പെക്റ്റ് ചെയ്യണം അല്ലേ? ഞാൻ എത്രയും പ്രതീക്ഷയിലാണ് സത്യം പറഞ്ഞാലോ. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. എന്തായാലും നാളെ രാവിലെ അറിയാം ബാക്കി കാര്യങ്ങൾ. ഇനി എത്രയും ഭയങ്കര തണുപ്പ് ഇവിടെ. എനിക്കറിയില്ല നിങ്ങൾക്കിത് എങ്ങനെ ഫീൽ ചെയ്യുന്നത്, തണുപ്പ് എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഇവിടെ ഹീറ്റിംഗ് സിസ്റ്റം ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ദാറ്റ്സ് നോട്ട് വർക്കിംഗ് ഐ ഗസ്. മൊത്തത്തിൽ പണിയാണ് ഗൈസ്. എന്തായാലും സീ യു ടുമോറോ. ബൈ ബൈ.